ആദവനാട് ഊരോത്ത് പള്ളിയാലിൽ വീടിന് നേരെ ആക്രമണം. രാത്രിയുടെ മറവിലായിരുന്നു സാമൂഹ്യ വിരുദ്ധർ വീടിന് നേരെ ആക്രമണം നടത്തിയത്. കല്ലേറിൽ യുവാവിന് പരിക്കേറ്റു. മുണ്ട്രംകുന്നത്ത് ജാസിറലിക്കാണ് പരിക്കേറ്റത്. 2017 നടന്ന ഒരു വാക്കേറ്റത്തെ തുടർന്നാണ് വീണ്ടും അക്രമം അരങ്ങേറിയത്. ഫേസ്ബുക്കിൽ വന്ന ഒരു പോസ്റ്റിനെ തുടർന്നാണ് പ്രശ്നം രൂക്ഷമായത്. പ്രതി എന്ന് കണക്കാക്കുന്ന സമീപ നാട്ടുകാരൻ ഫേസ്ബുക്ക് പോസ്റ്റിനെ കമന്റ് ചെയ്തപ്പോൾ ജാസിറലി തമാശ രൂപത്തിൽ നൽകിയ മറുപടിയിൽ നിന്നാണ് പ്രതി രോക്ഷാകുലനാകുന്നതെന്ന് ജാസിറലി പറഞ്ഞു. പിന്നീട് നിരന്തരം ഫോണിൽ വിളിച്ച് അസഭ്യം പറയുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നുവെന്നും വീട്ടിലെ കുട്ടികളെയും സ്ത്രീകളെയും അടക്കം എല്ലാവരെയും പ്രതി നിരന്തരം അസഭ്യം പറയുകയും ചെയ്തിരുന്നുവെന്ന് ജാസിറലി പറഞ്ഞു. എന്നാൽ പ്രതിക്ക് നേരെ പോലീസിൽ പരാതി നൽകിയിട്ടും പോലീസ് നടപടി സ്വീകരിച്ചില്ല എന്ന് കുടുംബങ്ങൾ പറഞ്ഞു. ഇവിടെ ഇന്നലെ രാത്രി ഒരു സാമൂഹ്യ വിരുദ്ധ വന്നിട്ട് എൻ്റെ ജ്യേഷ്ഠൻ്റെ വീടാണിത്. ഇവിടെ വന്ന് ജ്യേഷ്ഠനെ മോനായിട്ട് ആദ്യം അങ്ങാടിയിൽ നിന്ന് തല്ലുണ്ടായി. ജ്യേഷ്ഠനെ മോനെ അവിടുന്ന് പിടിച്ച് മാറ്റി ഇങ്ങോട്ട് കൊടുന്ന് അവനുണ്ട് എന്ന് വിചാരിച്ചിട്ട് 2-3 പ്രാവശ്യം വീട്ടിൽ വന്ന് ജനലിനും ഇതിനൊക്കെ അടിച്ചു. രാത്രി 1 മണിക്ക് ശേഷം ജനലൊക്കെ പിന്നെ എറിഞ്ഞ് തകർത്തിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം പോലീസ് ഇവിടെ വന്ന് അന്വേഷിച്ചു. ആളെ കിട്ടിയിട്ടില്ല. ആള് എവിടേക്കോ ഒളിഞ്ഞ് മാറിക്കണ്. ഞാൻ കടയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കടയിൽ കയറിയിട്ടാണ് എന്നെ അടിച്ചിട്ടുള്ളത്. ചുണ്ടൊക്കെ പൊട്ടിയിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം ഇവിടെ വീട്ടിൽ വന്നിട്ട് പ്രശ്നങ്ങളുണ്ടാക്കി. വീട്ടിൽ ജനലൊക്കെ അടിച്ച് പൊട്ടിച്ച് ചെറിയ കുട്ടികളുണ്ടായിരുന്നു. അങ്ങനെ പേടിച്ച് വരച്ചിരിക്കുകയായിരുന്നു ഞാൻ കടയിൽ നിന്ന് വന്ന ടൈമിൽ. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. കുട്ടികളൊക്കെ പേടിച്ചിരുന്നു. സ്ത്രീകളും കുട്ടികളും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ആണുങ്ങളൊക്കെ കടയിലുള്ള ടൈമിലായിരുന്നു. നിരവധി തവണ ഈ സാമൂഹ്യ വിരുദ്ധനെതിരെ സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുള്ളതാണ്. കക്കിടി നാസർ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്. പിന്നെ ഇത് പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള അനാസ്ഥയാണ് വീണ്ടും ഈ സാമൂഹ്യ വിരുദ്ധ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നാട്ടുകാർക്കെതിരെ ചെയ്യുന്നത്. നാസർ എന്ന് പറഞ്ഞൊരു ചെക്കൻ ഇവിടെ വന്നിട്ട് പിന്നെ എൻ്റെ മോനെ അങ്ങാടിയിൽ നിന്ന് അടിച്ച് ഇതാക്കി. ഓൻ ആസ്പത്രി പോയതിൻ്റെ ദിവസം ഓനിവിടെ വന്ന് കൊണ്ടുപോയതിൻ്റെ ദിവസം ഓനിവിടെ വന്ന് എന്നിട്ട് ഒരു ഇരുമ്പിൻ്റെ വടിയും കയ്യിലുണ്ടായിരുന്നു. എന്നിട്ട് ഓന് ചീത്ത പറഞ്ഞ് കുറേ അനാവശ്യങ്ങൾ പറഞ്ഞ് ഞാനും എൻ്റെ മരക്കളൊക്കെ പേടിച്ച് വിറച്ച്. അതിന് ശേഷം പിന്നെ ഓന് പോലീസുകാരിട്ട് വരുന്ന കണ്ടേക്ക് ഓന് പോയി. ആദ്യം ഒരു തവണ ഓന് ഇന്ന തൊള്ളത് ഓന് അനാവശ്യങ്ങളൊക്കെ പറഞ്ഞുണ്ടാക്കി. എന്നിട്ട് അതിന് പോലീസുമാർക്ക് കേസ് കൊടുത്തിട്ട് അതിന് പരിഹാരങ്ങളൊന്നും കണ്ടിട്ടില്ല. എന്നിട്ട് പിന്നെ ഓനൊരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം പിന്നെയും വന്നിട്ട് ഒരു 12:45 ടൈമിന് വന്നിട്ട് 1 മണി ടൈമിന് വന്നിട്ട് ജനലിൽ തച്ച് പൊട്ടിച്ച് ഒരു ഇരുമ്പിൻ്റെ വടി കയ്യിലുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ശേഷം 3-ാം തവണ ഒന്ന് വന്നിട്ട് ഓന് ജനലിൽ മടിച്ചങ്ങാണ്ട് ഓന് പോയി. ഭയങ്കര ശല്യമാണ് പാവനെ കൊണ്ട് ഞങ്ങൾക്കുള്ളത്. അത് പോലീസുമാർക്ക് എത്ര കേസ് കൊടുത്തിട്ട് വരെ പ്രശ്നം അവർ കാണിക്കണില്ല. അതിലാകെ അടങ്ങറിലാണ്, വിഷമത്തിലാണ് ഞങ്ങൾ പെരയിൽ പെണ്ണുങ്ങൾ ഇരിക്കുന്നത്. ഇതിന് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു നടപടി എടുത്തിട്ടില്ലെങ്കിൽ ഞങ്ങളതിന് വേണ്ട മാതിരിയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യും. ഇന്നലെ രാത്രി നാട്ടിലെ ഒരു കള്ളു കുടിച്ചിട്ട് തെമ്മാടിയായി നടക്കുന്ന ഒരാൾ, സ്ഥിരം പ്രശ്നക്കാരനായ ഒരാൾ എന്നെ വന്നിട്ട് മദ്യപിച്ചിട്ട് ആ ലഹരിയിൽ എന്നെ ആക്രമിക്കുകയുണ്ടായി. ഇതിനു മുമ്പ് ഞാൻ തന്നെ 2 പ്രാവശ്യം സൈബർ കേസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ യാതൊരു എൻക്വയറി പോലും ഇതുവരെ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. പിന്നെ എൻ്റെ ഞാൻ കേസ് കൊടുത്തതിന് പുറമെ നാട്ടിൽ വേറെ 2 പേരും ഇയാൾക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നാട്ടിൽ ഒരു സ്ഥിരം കുറ്റവാളിയായ ഒരാൾ ഇന്നലെ എന്നെ ആക്രമിക്കുകയുണ്ടായി. അങ്ങനെ എന്നെ ആക്രമിക്കുകയും വീടിന് നേരെ ആക്രമണം അയച്ചു കൊടുക്കുകയും വീടിനെ ജനലിൽ തകർക്കുകയും വീട്ടിലുള്ള സ്ത്രീകളെ ഭീഷണിപ്പെടുത്തുകയൊക്കെ ഉണ്ടായി. അതിൻ്റെ യാതൊരു കാരണവും കൂടാതെയാണ് ഇത്രയും സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഈ കള്ളിൻ്റെ പുറത്ത്, ലഹരിയുടെ പുറത്ത് ഇത് സ്ഥിരമായിട്ട് നാട്ടിൽ എന്നോടും നാട്ടിൽ മറ്റുള്ളവരോടൊക്കെ ഇയാൾ തുടർച്ചയായി നടത്തിക്കൊണ്ടു വരുന്നൊരു സംഭവമാണിത്. ഗൾഫിലുള്ള ജാസിറലി നാട്ടിലെത്തിയതറിഞ്ഞ് പ്രതി കരുതിക്കൂട്ടി കടയിൽ കയറി ജാസിറലിയെയും ജ്യേഷ്ഠനെയും ഉപ്പാനെയും മർദ്ദിക്കുകയായിരുന്നു എന്ന് ബന്ധുക്കൾ പറഞ്ഞു. തുടർന്ന് പ്രതി രാത്രിയുടെ മറവിൽ വീടിനു നേരെ കല്ലെറിയുകയും അസഭ്യം പറയുകയും ഇരുമ്പുവടി കൊണ്ട് വീടിന്റെ ജനൽ അടിച്ചു തകർക്കുകയും ചെയ്തുവെന്ന് ബന്ധുക്കൾ പറഞ്ഞു. മദ്യപിച്ച് പ്രദേശത്ത് സ്ഥിരം സംഘർഷം സൃഷ്ടിക്കുകയാണ് പ്രതിയുടെ മുഖ്യ വിനോദമെന്നും പാർട്ടി സംരക്ഷണത്തിലാണ് ഇത് നടക്കുന്നതെന്നും ബന്ധുക്കൾ പറഞ്ഞു. മറ്റൊരാൾ കേട്ടാൽ അറുപ്പും വെറുപ്പും തോന്നുന്ന രൂപത്തിലും തന്നെക്കുറിച്ച് മോശമായ രൂപത്തിലുള്ള മോശം പ്രവർത്തനങ്ങളാണ് പ്രതി ചെയ്യുന്നതെന്ന്
ജാസിർ അലിയുടെ മാതാവ് റുക്കിയ മലയാളം ടെലിവിഷൻ ന്യൂസിനോട് പറഞ്ഞു. ഇത്തരം പ്രവണത അവസാനിപ്പിച്ചില്ല എങ്കിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകുമെന്നും പ്രശ്നത്തിൽ പോലീസ് നടപടി സ്വീകരിക്കണമെന്നും റുക്കിയ പറഞ്ഞു. അക്രമത്തിൽ കൈകൾക്കും ചുണ്ടിനും പരിക്കേറ്റ ജാസിർ അലിയെ കുറ്റിപ്പുറം ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു. കുറ്റിപ്പുറം പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, കുറ്റിപ്പുറം. വെഡിംഗ് ഡ്രസ് ഡിസൈൻ ചെയ്താൽ മതിയെന്ന് മകളാണ് പറഞ്ഞത്. അത് നന്നായി. നമ്മൾ ഡിസൈൻ ചെയ്ത ഡ്രസ്സുകൾ മറ്റൊരാൾ ഇട്ട് കാണുമ്പോഴുണ്ടാകുന്ന ഹാപ്പിനെസ്, അതും ഒരു ബ്രൈഡ് ആകുമ്പോൾ വെരി വെരി ഹാപ്പി. എല്ലാ പെൺകുട്ടികളെയും പോലെ എനിക്കും വെഡിംഗ് ഡ്രസ്സിനൊരു ഐഡിയ ഉണ്ടായിരുന്നു. ഇവരുടെ കൂടെ ചേർന്നപ്പോ എന്റെ ഡ്രീമും റിയൽ ആയി. ഓൾ ആ വെഡിംഗ് ഡ്രസ്സിൽ വന്നപ്പോ എന്റെ സാറേ വേറെ ലെവലായിരുന്നു. ഞങ്ങളുടെയൊക്കെ കാലത്ത് ഇങ്ങനെയുള്ള പരിപാടികളൊന്നും ഇല്ലായിരുന്നു. പിന്നെ കല്യാണം അതിപ്പോ മതിയായിരുന്നു എന്ന് തോന്നുന്നു. വെഡിംഗ് തീമിൽ ചേച്ചിയുടെ കൂടെ ഞങ്ങളുടെ ഡ്രസ്സും ഡിസൈൻ ചെയ്തു. അവളുടെ കൂടെ ഞങ്ങൾക്കൊന്നും മിന്നിക്കണ്ടേ? ഒരു അച്ഛൻ എന്ന നിലയിൽ പറയാലോ, എന്റെ മകളുടെ ഇഷ്ടങ്ങൾ അതാണ് എനിക്ക് വലുത്. ഡ്രസ്സിന്റെ കാര്യത്തിൽ ഓരോരുത്തർക്കും സ്വന്തം ഡിസൈൻ സെൻസ് ഉണ്ട്. അവർക്ക് ഇഷ്ടപ്പെട്ടതും വേണ്ടതും നൽകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. ഡിസൈനർ സ്റ്റോറീസ് ബൈ KMT സിൽക്സ്, പെരിന്തൽമണ്ണ. ജനമനസ്സിനൊപ്പം ഒരു വസ്ത്രാലയം.